അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? സ്വാതന്ത്ര്യദിനമൊക്കെ ഉഷാറായിട്ട് ആഘോഷിച്ചില്ലേ? അപ്പോൾ നമ്മുടെ ഗുഫ്തഗൂക്കെ ആദാബ്, സംസാരത്തിൻ്റെ മര്യാദ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഇതിൻ്റെ എക്സസൈസാണ് നമുക്ക് ബാക്കിയുള്ളത്. ആ എക്സസൈസ് നമുക്കൊന്ന് തീർക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം ലഫ്സോർ മാന, ഇതിലെ പ്രധാനപ്പെട്ട ലഫ്സുകളും അതിൻ്റെ അർത്ഥങ്ങളാണ് പറയുന്നത്. ഒന്നാമത് ഗുഫ്തഗു. ഗുഫ്തഗു പറഞ്ഞാൽ എന്താ അർത്ഥം? സംസാരം. ബാത്ചീത്ത്. ഗുഫ്തഗുവിൻ്റെ വേറെ ഉറുദു വേർഡാണ് ബാത്ചീത്ത്, സംസാരം എന്നർത്ഥം. ആദാബ്. ആദാബ് എന്ന് പറഞ്ഞാൽ മര്യാദകൾ എന്നർത്ഥം. അതായത് അദബ് കി ജമ്മ്, അദബിൻ്റെ ജമ്മാണെന്ത്? ആദാബ്. യാനി ബാത് കഹനെ യാ കാം കർനെ കാ മുനാസിബ് തരീക്ക. വല്ല കാര്യം സംസാരിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ വല്ല പ്രവർത്തനം ചെയ്യുന്നതിൻ്റെയോ ശരിയായിട്ടുള്ള രീതി, അതിനാണ് എന്താ പറയുക? മര്യാദ എന്ന് പറയാം. ചിലപ്പോൾ സംസാരത്തിന് മര്യാദകളുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നതിന് മര്യാദകളുണ്ടാവും, ക്ലാസ്സിലിരിക്കുന്നതിൻ്റെ മര്യാദകളുണ്ടാവും. ഇങ്ങനെ ഒരുപാട് മര്യാദകളുണ്ട്. അത് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മാർഗത്തിനാണ് എന്താ പറയുക? മര്യാദ എന്ന് പറയാം. ഓക്കെ. അദബ് കി ജം. ആദാബ് എന്ന് പറഞ്ഞാൽ അദബിൻ്റെ ജമ്മാണ്. യാനി അതായത് ബാത് കഹനെ, വല്ല കാര്യവും പറയാൻ, യാ കാം കർണ, വല്ല പ്രവർത്തനവും ചെയ്യാൻ, അതിൻ്റെ കാം കർണേക്ക മുനാസിബ് തരീഖ്, അതിൻ്റെ അനുയോജ്യമായിട്ടുള്ള രീതിക്കാണ് എന്താ പറയുക? ആദാബ്, മര്യാദകൾ എന്ന് പറയാം. ഓക്കെ. ഇനി സലീഖ. സലീഖ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഷഊർ അല്ലെങ്കിൽ തമീസ്, ഒരു ബോധം, അവബോധം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. താരീഫ് കർണ. താരീഫ് കർണ പറഞ്ഞാൽ ഹൂബി ബയാൻ കർണ, പ്രശംസിക്കുക, നന്മ പറയുക, അതിനാണ് എന്താ പറയുക? താരീഫ് കർണ എന്ന് പറയാം. അഖീദ. അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസം. യഖീൻ, ഇഅ്തിഖാദ്, അതൊക്കെയാണ് അഖീദയുടെ മറ്റു ലഫ്ലുകൾ. ഓക്കെ. അപ്പോൾ ഈ അർത്ഥവും അതിൻ്റെ ലഫ്ലുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തത് ഗൗർ കീജിയെ, ശ്രദ്ധിക്കൂ. ഗൗർ കീജിയെ പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നർത്ഥം. ബാത്ത് മൗഖെ ഓർ വഖ്ത് ദേക്കർ കർനി ചാഹിയെ. സംസാരം സന്ദർഭവും സമയവും നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം സന്ദർഭവും സമയവും നോക്കിയിട്ടാണ് സംസാരിക്കേണ്ടത്, ഒരു കാര്യം സംസാരിക്കേണ്ടത്. ബാത്ത് സംസാരം, മൗഖെ ഓർ വഖ്ത് ദേക്കർ സന്ദർഭവും സമയവും നോക്കിയിട്ട് കർനി ചാഹിയെ ചെയ്യേണ്ടതുണ്ട്. ഗുഫ്തഗു കെ ദൗറാൻ ബാത്ത് കാട്ടണ മുനാസിബ് നഹി ഹോത്ത. സംസാരത്തിനിടയിൽ സംസാരം മുറിക്കുക എന്നുള്ളത് എന്താണ്? അത്ര നല്ല യോജിച്ച കാര്യമല്ല. ഗുഫ്തഗു കെ ദൗറാൻ, സംസാരത്തിനിടയിൽ ബാത്ത് കാട്ടണ, സംസാരം മുറിക്കുക, മുനാസിബ് നഹി ഹോത്ത, അത് മുനാസിബല്ല, യോജിച്ചതല്ല. ഇനി അടുത്ത് ബിഗൈർ സോച്ചെ സംജെ ബോൽന അച്ചി ബാത്ത് നഹി. ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയും പറയുക എന്നുള്ളത് നല്ല കാര്യമല്ല. ബിഗൈർ സോച്ചെ, ചിന്തിക്കാതെ, സംജെ മനസ്സിലാക്കാതെ, ബോൽന ഒരു കാര്യം പറയുക എന്നുള്ളത് അച്ചി ബാത്ത് നഹി ഹെ, നല്ല കാര്യമല്ല. ഇനി കിസി കെ അഖീദ മസ്ഹബ് യാ ബുസുർഗോं के बारे में कोई गलत बात नहीं कहनी चाहिए. ഏതെങ്കിലും വിശ്വാസത്തെ പറ്റിയോ ഏതെങ്കിലും മതത്തെ പറ്റിയോ അല്ലെങ്കിൽ വലിയ മഹാന്മാരെക്കുറിച്ചോ തെറ്റായിട്ടുള്ള കാര്യം പറയുക എന്നുള്ളത്, തെറ്റായിട്ടുള്ള കാര്യം പറയാൻ പാടില്ല. ഓക്കെ. കിസിക്കെ അഖീദ, ഏതെങ്കിലും വിശ്വാസം, മദ്ഹബ് അല്ലെങ്കിൽ ഏതെങ്കിലും മതം, യാ ബുസുർഗോं के बारे में അല്ലെങ്കിൽ വലിയ ആളുകളെക്കുറിച്ച്, ബുസുർഗോ എന്ന് പറഞ്ഞാൽ മഹാന്മാരെക്കുറിച്ച്, കോയി ഗലത്ത് ബാത്ത് നഹി കഹനി ചാഹിയെ, ഒരു തെറ്റായിട്ടുള്ള കാര്യവും പറയാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താക്കുക? നിങ്ങളുടെ സംസാരത്തിലൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഓർക്കുക ചെയ്യുക. ഇനി മൂന്നാമത്തെ എക്സസൈസ് സോച്ചിയർ ബത്തായി. ഇത് എഴുതാനുള്ളതാണ് കേട്ടോ. സോച്ചിയർ ബത്തായി, ചിന്തിക്കുക, മനസ്സിലാക്കുക, ലിഖിയെ, എഴുതുകയും ചെയ്യുക. നമ്മൾ സാധാ ചോദ്യോത്തരം. അലിഫ്. ഒന്നാമത്തത് നാസിയാനെ ഗർ ആക്കർ സബ്സെ പഹലെ ക്യാ കിയ. നാസിയ വീട്ടിൽ വന്നിട്ട് ആദ്യം എന്താണ് ചെയ്തത് എന്നാണ് ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം ദസ്തർഖാൻ പർ കാന കിസ്നെ ലഗായ. ആ വിരിപ്പിൽ ആരാണ് ഭക്ഷണം കൊണ്ടുപോയി വെച്ചത്? അതാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ബാത്ചീത് കെ ആദാബ് കിസ്നെ കിസ്കോ ബത്തായേ. സംസാരത്തിൻ്റെ മര്യാദകൾ ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? ബാത്ചീത് കെ ആദാബ്, സംസാരത്തിൻ്റെ മര്യാദകൾ, കിസ്നെ ആര്, കിസ്കോ ആർക്ക്, ബത്തായെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആർക്കാണ് സംസാരത്തിൻ്റെ മര്യാദകൾ വിവരിച്ചു കൊടുത്തത്? ഇനി ബാത്ചീത് കെ ബഹ്തർ സലീഖെ കെ ലിയെ ഹമേം കിൻ കിൻ ബാത്തോं का ख्याल रखना चाहिए.
ബാത്ചീത് കെ സലീക്ക കെ ലിയെ സംസാരത്തിൻ്റെ നല്ല രീതിയെക്കുറിച്ച് ഹമേ കിൻകിൻ നല്ല രീതിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി ഹമേ നമ്മൾ കിൻകിൻ ബാത്തോങ്ക ഹയാൽ രക്കനാ ചായേ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് കുറച്ച് സംസാരത്തിലെ മര്യാദകൾ എന്താക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള സംസാരത്തിൻ്റെ മര്യാദകൾ എഴുതുകയാണെന്ത് അതിൻ്റെ ഉത്തരം. ഓക്കെ, ചോദ്യം മനസ്സിലായില്ല. ബാത്ചീത് കെ ബഹത്തർ സലീക്ക കെ ലിയെ സംസാരത്തിൻ്റെ ഉഷാറായിട്ടുള്ള രീതിക്ക് വേണ്ടി, ബഹത്തർ എന്ന് പറഞ്ഞാൽ ഉഷാറായിട്ടുള്ള, ഹമേൻ കിൻകിൻ ബാത്തോങ്ക ഹയാൽ രക്കനാ ചായേ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം സംസാരത്തിൻ്റെ മര്യാദകൾ എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇനി നാലാമത്തത്, അപ്പോൾ ഈ ചോദ്യോത്തരങ്ങൾ എഴുതണം കേട്ടോ. അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ ഈ 4 ചോദ്യോത്തരവും എഴുതണം. നാലാമത്തത് ഇൻ ജുംലോങ്കോ മുനാസിബ് ലഫ്സെ പൂരാ കീജിയ. ഇവിടെ ബ്രാക്കറ്റിൽ ഇതിൽ അനുയോജ്യമായിട്ടുള്ള വേർഡുകൾ എടുത്തിട്ട് എന്താക്കുക, ആ വിട്ട ഭാഗം പൂരിപ്പിച്ച് കൊടുക്കുക. നാസിയാനെ ഗർമേ ഡാഷ് റോസ്കി തൊറ സലാം കിയ. അത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഭാഗമാണ്. അപ്പോൾ നോക്കിയിട്ട് എന്താക്കുക, പൂർത്തിയാക്കി കൊടുക്കുക. മൂ ഹാത്ത് ദോക്കർ ദസ്തർഖാൻ ഡാഷ്. പിന്നെ തും ഇത്തിനി ഡാഷ് ഔർ ഡാഷ് ക്യൂം ഹോ. അപ്പോൾ അവിടെ പൂരിപ്പിക്കാനുള്ള 2 എന്തുണ്ട്, ഇവിടെ ബ്രാക്കറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പാഠം ഒന്ന് വായിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. അമ്മി യെ ആപ്കോ ഡാഷ് ദിക്കാ രഹി ഹെ. അപ്പം ബ്രാക്കറ്റ് നിർത്തി എഴുതാം. അഞ്ചാമത്തത് ബേട്ടി ബാത്ചീത് കെ കുച്ച് ഡാഷ് ഹൈം ജിൻകാ ഹമേഷ ഖയാൽ രഖനാ ചാഹിയേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാഠഭാഗം ഒന്ന് വായിച്ചാൽ കൃത്യമായി മനസ്സിലാക്കുകയും വിട്ട ഭാഗം പൂരിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ അതും എഴുതാം. മൂന്നാമത്തെ എഴുതാം, നാലാമത്തെ എഴുതാം. ഇനി അഞ്ചാമത്തത് ഇൻ ഹുറൂഫ് കോ മിസാൽ കെ മുതാബിക് മിലാക്കർ ലിഖിയേ. ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ഒരുപാട് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഫസ്റ്റ് ഭാഗത്ത് ആ കോളങ്ങളിൽ. അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് എന്താക്കുക, അതിന് ശരിയായിട്ടുള്ള വേർഡ് രണ്ടാമത്തെ ഭാഗത്തെ കോളത്തിൽ എഴുതുക. അതിനൊരു ഉദാഹരണമായിട്ട് ആദ്യം കൊടുത്തിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് കൊടുത്തിട്ടില്ല, ഗാഫ് പ്ലസ് ഫ പ്ലസ് ചെ പ്ലസ് ഗാഫ് പ്ലസ് വാവ് ഗുഫ്തഗു. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെയൊക്കെ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ വിട്ട് എഴുതിയിട്ടുണ്ടാവും. നന്നായിട്ട് എന്താക്കുക, ഒരുമിച്ച് എഴുതിയാൽ നല്ല അതിൻ്റെ കൃത്യമായിട്ടുള്ള വേർഡ് കിട്ടും. ആ വേർഡ് എന്താക്കുക, അടുത്ത കോളത്തിൽ എഴുതുക. അപ്പോൾ അതെന്താകുക, നിങ്ങളൊന്ന് എഴുതുക അഞ്ചാമത്തെ. അപ്പം 3, 4, 5 എന്താവണം, എഴുതണം എന്നർത്ഥം. ഇനി ആറാമത്തത് ഖാനോമേ ദിയേ ഹുയെ വാഹിദ് കെ ജം ഔർ ജം കെ വാഹിദ് ലിഖിയേ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ചിലയിടത്ത് ജം ഇല്ല, ചിലയിടത്ത് വാഹിദ് ഇല്ല, അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ, ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ അതിനനുയോജ്യമായിട്ടുള്ള വാഹിദും ജംഉം നിങ്ങൾ എന്താക്കുക, എഴുതി കൊടുക്കുക. അത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എന്താക്കിയാൽ മതി, എഴുതിയാൽ മതി. കമ്ര, കമ്രേൻ്റെ ജമ്മ എന്താ, കമ്രേ. ഇനി ബഹനേം, രണ്ടാമത്തെ ബഹനേം. ബഹനേ എന്നുള്ള ജമ്മാണ്, അതിൻ്റെ വാഹിദ് ബഹൻ. അർത്ഥം അറിയില്ല, ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി. ഇനി അടുത്ത് തരീഫ്. തരീഫിൻ്റെ ജമ്മ എന്താ, തരീഫോം എന്ന് പറയാം, അല്ലെങ്കിൽ താരിഫ്. അതൊക്കെ ഇതാ കേട്ടോ, തരീഫ്, താരിഫോം അല്ലെങ്കിൽ താരിഫ്. ഇനി ജൂത്തെ. ജൂത്തെ എന്നുള്ള ജമ്മാണ്, ജൂത്തൻ്റെ വാഹിദ് എന്താ, ജൂത്ത, ചെരുപ്പ് എന്നർത്ഥം. കപ്പട, കപ്പട എന്നുള്ളത് വാഹിദാണ്, അതിൻ്റെ ജമ്മ് കപ്പടേ. ഇനി അക്കേലെ. അക്കേലെ എന്നുള്ള ജമ്മാണ്, അതിൻ്റെ വാഹിദ് എന്താണ്, അക്കേല. ഇനി അദബ്. അദബ് എന്നുള്ള വാഹിദാണ്, അതിൻ്റെ ജമ്മ് ആദാബ്. ഓക്കെ. ഇനി നെഹ്റ. നെഹ്റ എന്നുള്ള ജമ്മാണ്, അതിൻ്റെ വാഹിദ് നെഹ്റ. അത് നിങ്ങൾ എന്താക്കിയാൽ മതി, ആ ഒഴിവുള്ള സ്ഥലത്ത് എഴുതി കൊടുത്താൽ മതി. ഇനി ഏഴാമത്തെ മിസാൽ കെ മുതാബിക് ലഫ്സോं के ഹറഫ് അലഗ് അലഗ് കർ ലിഖിയേ. നേരത്തെ നമ്മൾ വിട്ട് എഴുതിയിട്ടുള്ള അക്ഷരങ്ങളെ കൂട്ടിയിട്ടൊരു വേർഡാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഒരുമിച്ച് എഴുതിയിട്ടുള്ള വേർഡിന് എന്താക്കുക, പിരിച്ചെഴുതുക. ഉദാഹരണം കണ്ടില്ല, താരീഫ്. താരീഫ് ഒന്ന് പിരിച്ചെഴുതി കണ്ടില്ല, താ പ്ലസ് ഐൻ പ്ലസ് റാ പ്ലസ് യാ പ്ലസ് ഫ. ഓക്കെ, അതേപോലെ ബാക്കിയുള്ളതൊന്നും എന്താക്കുക, ഒന്ന് പിരിച്ചെഴുതുക. ഇനി എട്ടാമത്തത് കിസ്നെ കിസ്സെ കഹാ ലിഖിയെ. ആരോട് പറഞ്ഞു എന്നെന്താക്കുക, എഴുതുക. ഓക്കെ. ഒന്നാമത്തെ യെ ആപ്കോ നഹറ ദിക്കാ രഹി ഹെ. യെ ആപ്കോ നഹറ ദിക്കാ രഹി ഹെ, പടഭാഗത്തുള്ളൊരു ഭാഗമാണത്. അത് ആരോട് പറഞ്ഞു എഴുതുക.
രണ്ടാമത്തെ യേ തും ചോട്ടി ബഹൻ സെ കൈസെ ബോൾ രഹി ഹോ, യേ തും ചോട്ടി ബഹൻ സെ കൈസെ ബോൾ രഹി ഹോ, ഇത് ആരാരോട് പറഞ്ഞു. അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒന്നാമത്തെ യേ ആപ്കോ നഖറ ദിക്കാ രഹിയ, ഇവള് നിങ്ങളെ എന്താക്കുകയാണ്, നിങ്ങളോട് അഭിനയിക്കുകയാണ്, അത് ആരാരോട് പറഞ്ഞു. രണ്ടാമത്തെ യേ തും ചോട്ടി ബഹൻ സെ കൈസെ ബോൾ രഹി ഹോ, എന്താണ് നീ ചെറിയ ഇളയ സഹോദരിമാരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇത് ആരാരോട് പറഞ്ഞു. മൂന്നാമത്തെ മുജ്സെ ഗൽത്തി ഹോ ഗയി അമ്മി മുझे മാഫ് കർ ദീജിയേ, എനിക്ക് തെറ്റുപറ്റിയ ഉമ്മ, എനിക്ക് പുറത്തു തരണം, ഇത് ആരാരോട് പറഞ്ഞു. ഇനി ഗുഫ്തഗുക്കെ കുച്ച് ഔർ ആദാബ് ബി ബതായിയേ, സംസാരത്തിൻ്റെ കുറച്ചുകൂടി മര്യാദകൾ കൂടി പറഞ്ഞു തരൂ, ഇത് ആരാരോട് പറഞ്ഞു എന്താക്കുക എഴുതുക. ഈ എഴുതാൻ പറഞ്ഞൊന്നും ചോദ്യമൊന്നും എഴുതണ്ട കേട്ടോ, ഉത്തരം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അത് ടെക്സ്റ്റ് ഉള്ള ആൾക്കാർ ടെക്സ്റ്റ് തന്നെ പൂരിപ്പിച്ചാൽ തന്നെ മതി. ടെക്സ്റ്റ് ഇല്ലാത്ത ആൾക്കാർ നോട്ടിൽ എഴുതാം. ചോദ്യത്തരം എന്തായാലും നോട്ടിൽ തന്നെ എഴുതണം. ഓക്കെ, ഇനി ഒമ്പതാമത്തെ ഇൻ ലഫ്സോं का മുതലാജിത് ലിഖിയേ, താഴെ വരുന്നതിൻ്റെ ലിദ്ദുകൾ വിപരീതം എഴുതുക. വിപരീതം ഞാൻ പറഞ്ഞു തരാം, അത് നിങ്ങൾ എഴുതിയാൽ മതി. ആജ്, ആജിൻ്റെ വിപരീതം എന്താണ്? ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്, അതിൻ്റെ വിപരീതം കൽ, നാളെ. ഇനി വഹാം, വഹാം എന്ന് പറഞ്ഞാൽ അവിടെ, അതിൻ്റെ വിപരീതം യഹാം. മൂന്നാമത്തെ ബഡി, ബഡി എന്ന് പറഞ്ഞാൽ വലുത്, അതിൻ്റെ വിപരീതം ചോട്ടി അല്ലെങ്കിൽ ചോട്ട. നാലാമത്തെ ബഹൻ, ബഹൻ്റെ എന്ന് പറഞ്ഞാൽ സഹോദരി, സഹോദരൻ്റെ വിപരീതം ബായ്, സഹോദരൻ. അമ്മി, അമ്മി എന്ന് പറഞ്ഞാൽ മാതാവ്, അതിൻ്റെ വിപരീതം അബ്ബു. ഓക്കെ, ഇനി ഷുറൂ, ഷുറൂ എന്ന് പറഞ്ഞാൽ തുടക്കം, അതിൻ്റെ വിപരീതം എന്താണ്? ഒടുക്കം, അവസാനം, അതായത് ഖത്തം. ഇനി ഉദാസ്, ഉദാസ് എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ, ദുഃഖിതനായിരിക്കുന്ന ഉദാസ് എന്ന് പറയാം. അതിൻ്റെ വിപരീതം എന്താണ്? ഖുഷ്, സന്തോഷവാനായിട്ടുള്ളത്, ഖുഷ്. ഇനി ലടുക്കി, ലടുക്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, അതിൻ്റെ വിപരീതം ലടുക്ക, ആൺകുട്ടി. പരീഷാൻ, പരീഷാൻ എന്ന് പറഞ്ഞാൽ പ്രയാസം, ബുദ്ധിമുട്ട് എന്നൊക്കെ അർത്ഥം, അതിൻ്റെ വിപരീതം ആസാൻ, എളുപ്പം. ഇനി നർമി, നർമി എന്ന് പറഞ്ഞാൽ ലോലത എന്നൊക്കെ അർത്ഥം, അതിൻ്റെ വിപരീതം സഖ്ത് അല്ലെങ്കിൽ സഖ്തി, വളരെ കുറച്ച് പരുക്കമായിട്ട് എന്നാണ് സഖ്തി എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ വിപരീതങ്ങൾ എന്താക്കുക, എഴുതി കൊടുക്കുക. ഓക്കെ, പത്താമത്തെ പിന്നെ നിങ്ങളുടെ കൈയക്ഷരം റെഡിയാക്കാനുള്ളതാണ്. അത് എഴുതിയാൽ നന്നാവും, എഴുതണം ഞാൻ നിർബന്ധിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവുകയാണ്. ഇതിൽ വല്ല ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എഴുതാൻ പറഞ്ഞ് മറക്കണ്ട. 3, 4, 5, 6, 7 എല്ലാം എഴുതണം. 8, 9, 10ാമത്തെ നിങ്ങളുടെ ചോയ്സ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ എഴുതാം. ഓക്കെ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.